കൊല്ലം ആര്യങ്കാവിൽ കടമ്മാൻകോട്ട് ചന്ദനമരം മുറിച്ചു കടത്തിയ കേസിൽ 3 പേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ചെങ്കോട്ട സ്വദേശികളായ മണികണ്ഠൻ, അജിത് കുമാർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ പിടിയിലായത് തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നുമാണ്. വനത്തിനുള്ളിൽ CCTV ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിച്ചാണ് ചന്ദനമരം മോഷണക്കേസിലെ പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കാട്ടിയപ്പോഴാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ആര്യങ്കാവിലെ കടമ്മാമ്പാറ ഭാഗത്തു നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കാട്ടിനുള്ളിൽ തന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആൻഡ് അലേർട്ട് സിസ്റ്റമുള്ള CCTV ക്യാമറകൾ നമ്മൾ സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ട് 17/3/25 കടമ്മാമ്പാറ സ്റ്റേഷനിൽ നിന്നും ചന്ദനം മോഷ്ടിക്കാൻ എത്തിയവരുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അതേ തുടർന്ന് ആ ദൃശ്യങ്ങൾക്കനുസരിച്ചും തുടർന്ന് ആ ആളുകളെ തമിഴ്നാട് ഭാഗത്ത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവരിൽ നിന്നും കളക്ട് ചെയ്ത ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ 22-ാം തീയതി ആര്യങ്കാവ് റേഞ്ചിലെയും തെന്മല റേഞ്ചിലെയും സ്റ്റാഫുകൾ സംയുക്തമായിട്ട് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ഷാനവാസ് IFS അവരുടെ ഒരു നേതൃത്വത്തിൽ ഒരു വിശദമായിട്ടൊരു അന്വേഷണവും നടത്തി 3ഓളം പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് വിവിധ സ്ഥലങ്ങളിലായിട്ട് നിന്ന് അവരെ നമ്മൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓരോരുത്തരും പല സ്ഥലങ്ങളിലായിട്ട് മാന്തോപ്പലിലും മറ്റും ജോലി ചെയ്യുകയും മറ്റും രീതിയിൽ താമസിക്കുകയായിരുന്നു. അവരവരുടെ സ്ഥലങ്ങളിൽ ചെന്ന് കുറച്ച് സാഹസികമായി തന്നെയാണ് നമ്മളിതെല്ലാം അവരെ കസ്റ്റഡിയിലെടുത്തത്. തെന്മല ഫോറസ്റ്റ് ഓഫീസർ ഷാനവാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പ്രതികൾ മറ്റു പല ജോലികളിലും ഏർപ്പെട്ടു വന്നിരുന്നവരാണ്. ഇതിനിടെയാണ് സംഘം ചേർന്ന് ചന്ദനമര മോഷണം നടത്തിയത്. പിന്നെ ഇവരെ കസ്റ്റഡി എടുത്തതിന് ശേഷം ഇവരുടെ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഇവരുടെ ഇപ്പം ഉള്ള ഫോട്ടോയും തമ്മിൽ ഇവരുടെ പ്രകൃതവും തമ്മിൽ കണ്ട് മാച്ച് ചെയ്തെന്ന് മനസ്സിലാക്കി അവരെ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ കുറ്റസമ്മതം നടത്താൻ തയ്യാറായി. അതിന്റെ ഭാഗമായിട്ട് അവർ കുറ്റസമ്മതം നടത്തി. ഈ CCTV ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് അവർ കുറ്റസമ്മതം നടത്തിയത്. കുറ്റസമ്മതം നടത്തിയതിനു ശേഷം പിന്നീട് അവരെ കാട്ടിൽ നമ്മൾ 24-ാം തീയതി തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ 23 ഞായറാഴ്ച. അപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പം ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ പല ദിവസങ്ങളിലും വന്നപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളുകളുണ്ടായിരുന്നു. പിന്നീട് ഈ ലാസ്റ്റ് 17-ാം തീയതി വന്നപ്പോൾ ഇവർ ശേഖരിച്ച് കൊണ്ടുവന്ന തടികളിൽ കുറച്ച് തടി നമ്മൾ ഈ അലർട്ട് നമുക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ കാട്ടിനുള്ളിൽ വന്നുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് തടികൾ ഇവർക്ക് നമ്മൾ നീക്കം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറച്ച് ചന്ദനത്തടികളും പിന്നെ ഒരു 3 സ്ഥലങ്ങളിലായി നിന്ന് വാളുകളും ടാർപോളിൻ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഇവർ കാണിച്ച് നമ്മൾ റിക്കവർ ചെയ്തു. ഇപ്പം ഇതിനകത്തുള്ള മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു 4ഓളം സംഘങ്ങൾ ഈ തമിഴ്നാട് ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇവരിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം സംരക്ഷണവും കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാനാണ് വനംവകുപ്പിന്റെ തീരുമാനിച്ചിട്ടുള്ളത്.